രാഷ്ട്രീയകാലം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് പാലക്കാട്. കാരണം രാഹുൽ മാങ്കൂട്ടം വിജയിച്ച മണ്ഡലം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ബലാത്സംഗ കേസിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല, കാരണം അറിയാമല്ലോ എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് ഒതുക്കിയ നടപടി അവിടുത്തെ വോട്ടർമാർ മറക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്. നിസ്സംശയം പറയാം, പാലക്കാട്ടെ ജനങ്ങൾ ആ ഒരു ഒതുക്കൽ നടപടി മറക്കുകയോ പൊറുക്കുകയോ ഇല്ല. അതിന് തക്കതായ മറുപടി ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു അടിസ്ഥാനം അത്ര ഉറപ്പിച്ച് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ വിഷയം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകരോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത, അദ്ദേഹം അപ്രകാരം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ ന്യായീകരിക്കത്തില്ല, നീതീകരിക്കത്തില്ല. ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പാലിക്കേണ്ടതായ ഒരു മാന്യതയും ഒക്കെയുണ്ട്, അത് പാലിക്കപ്പെടണം. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായും ശിക്ഷ അനുഭവിക്കണം എന്ന് നമ്മൾ പൊതുജനങ്ങളോട് പറയുകയും, രാഹുൽ വിഷയത്തിൽ നമ്മൾ ശക്തമായി ഈ രാഹുലിന് അനുകൂലമായ ഒരു നിലപാട് ITV ന്യൂസ് തുടക്കം മുതൽ തന്നെ എടുത്ത ഒരു കാരണം എന്ന് പറയുന്നത്, അതിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരനെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൃത്യമായ ഒരു പ്രീ മെഡിറ്റേറ്റഡ്, പ്രീ പ്ലാൻഡ് ഒരു തിരക്കഥയുടെ പിന്നിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസിലെ തന്നെ VD സതീശനും സംഘവുമാണ്. അതിനെ സ്വാഭാവികമായും പിണറായി സർക്കാർ അതിനെ ഉപയോഗിച്ചു എന്ന വ്യക്തമായ ബോധ്യത്തിൻ്റെയും ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്രകാരം ഈ ഇദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അന്നേരം ഇത്തരം ആശയങ്ങൾ നമ്മൾ പങ്കുവച്ചപ്പോൾ തുടക്കം മുതൽ തന്നെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സകല മാധ്യമങ്ങളും, പ്രിന്റ്, വിഷ്വൽ, ഡിജിറ്റൽ സകല മാധ്യമങ്ങളും ഇപ്രകാരം ഒരു ആരോപണം റിപ്പോർട്ടർ ചാനലിൽ ഇത് തൊടുത്തുവിട്ട ആ നിമിഷം മുതൽ തന്നെ സകലരും ഇത് ഏറ്റെടുത്ത് ഇദ്ദേഹത്തെ കടന്നാക്രമിക്കുക. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ഇതുപോലെ ഇത്രയും സുദീർഘമായ മാസങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്. പക്ഷേ അതിനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത്, രാഹുൽ വളരെ ഭാവി വാഗ്ദാനമുള്ള ഒരു നേതാവായി വളർന്നു വരേണ്ട ആളാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും കടന്നാക്രമിക്കാൻ തക്ക ശേഷി, അത്രയും ഒരു ആക്രമണ പാടവം ആ ഒരു ലെയറിൽ വരുന്ന ഒരു നേതാവിനും ഇല്ലാതെ നമുക്ക് കാണാൻ ഷാഫിയായാലും അത്തരത്തിൽ ഉയർന്നു വരുന്നതിന് എതിരായി ഈ പറഞ്ഞ സതീഷിന്റെ ഒരു അതെ, തീർച്ചയായും ഹാരി അത് വളരെ കൃത്യമായി അത് പറഞ്ഞു. ഒരു വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ത്രെട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യുവനേതാവ് എന്നും മനസ്സിലാക്കിയ ഈ VD സതീശനും. അതുപോലെ തുടക്കം മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, VD സതീശനും പിണറായി വിജയനും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് നിരിപ്പുണ്ടെങ്കിലും വളരെ സൈലന്റായ പിണറായിയുടെ ഒരു ഭൃത്യനാണ്. കഴിഞ്ഞ 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷമില്ല. അതുപോലെ സതീശൻ്റെ ഡെലിവറിയിൽ നോക്കിക്കഴിഞ്ഞാലും സതീശൻ ഇരുന്ന കാലയളവിലും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ശ്രദ്ധേയമായ ഒരു വിഷയം, ഈ ഭരണകൂടം നടത്തിയ ഒരു അഴിമതിയെക്കുറിച്ച് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. ശക്തമായ ഒരു പ്രതിഷേധം, എന്തിനും ഒരു സമരം പോലും ഇദ്ദേഹത്തിന് നയിക്കുവാൻ ആരോപണം ഉന്നയിക്കുക, അവിടെ വെച്ച് നിർത്തുക എന്നുള്ള സാധനമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയന് എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം രക്ഷകനായി എത്തിയിരിക്കുന്നത് ഈ VD സതീശനാണ്. ഫോർ എക്സാമ്പിൾ, ഇത്തരത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായും പറയേണ്ട ഒരു കാര്യം, ഈ ഡീൽ പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള ഡീൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഏത് തരത്തിലാണ് നമുക്കതിനെ പ്രൂവ് ചെയ്യാൻ കഴിയും? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്, ഒന്ന് VD സതീശനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25 വർഷങ്ങൾ തുടർച്ചയായ 5 ടെനുവർ കൃത്യമായി ഇദ്ദേഹം അവിടുന്ന് വിജയിച്ച് പറവൂരിൽ നിന്നും വിജയിച്ച് വരുന്നു. അന്നേരം അവിടെ കൃത്യമായ ഒരു ഡീലുണ്ട് എന്ന് പരസ്യമായ രഹസ്യമാണ്. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം CPIയുടെ ഒരു പ്ലേസാണ് പറവൂര്. ഈ തുടർച്ചയായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടി വരുമ്പോൾ പോലും സ്വാഭാവികമായിട്ട് ഒരു പ്രാഥമിക അന്വേഷണം നടത്തില്ല. എന്തുകൊണ്ട് തുടർച്ചയായി ഇവിടെ ഒരു പരാജയം ഉണ്ടാകുന്നു, ഏറ്റവും വീക്കായിട്ടുള്ള കാൻഡിഡേറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്നു എന്ന് തുടർച്ചയായിട്ട് ഇദ്ദേഹം ആദ്യത്തെ തവണ 2000 ഇദ്ദേഹം അവിടെ നിന്ന് പരാജയപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിന് പരാജയം എന്തെന്ന് തിരിഞ്ഞ് വന്നിട്ടില്ല. കാരണം CPMന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും BDJSന്റെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കൊടുക്കുന്നു. കൃത്യമായ ഡീല്
അവിടെ നടക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. പകരം എന്താണ് സതീശൻ? അതുപോലെ തന്നെ 2016 ഉമ്മൻചാണ്ടിക്ക് തുടർഭരണ സാധ്യത ഉണ്ടായിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിന്റെ റോള് വഹിച്ചത് വി ഡി സതീശനായിരുന്നു. സ്വന്തം പാർട്ടിയിലെ ഉമ്മൻചാണ്ടിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രതിനിധരാക്കി പിണറായി വിജയൻ സർക്കാരിന് അന്ന് അടിക്കാനുള്ള കത്തി കൊടുത്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം നിന്ന് ഇതുപോലൊരു അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടം ഇന്ത്യയിലില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു. അതുപോലെ സരിതാ വിഷയത്തിൽ ആ സരിതയെ ഇറക്കിയതും സരിതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ എല്ലാം പിന്നിലെ സൂത്രധാരൻ എന്ന് പറയുന്നത്. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ 2016 പിണറായി വിജയന് ഭരണത്തിലേറുവാനുള്ള സകല അവസരങ്ങളും ഉണ്ടാക്കി. 2021 കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സകല സാധ്യതകൾ ഉണ്ടായിരുന്നപ്പോൾ നമ്മളൊരു കാര്യം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ്ട് ഒരു 30ഓളം സീറ്റുകളിൽ 3500 വോട്ടിൽ താഴെയാണ് UDF സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. AICC കൊടുത്തുവിട്ട മീൻവണ്ടിയിൽ കൊടുത്തുവിട്ട 30 കോടി രൂപ മുക്കി എന്ന് പറയുന്ന ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ടും സതീശൻ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. അന്നേരം ഈ താഴെ തട്ടിലേക്ക് ഈ അവസാന ഘട്ടത്തിൽ UDF-കാരെ സംബന്ധിച്ചിടത്തോളം CPM കേഡർ വോട്ടർമാരെ പോലല്ല, അവരെ ചുമന്നുകൊണ്ട് പോയെങ്കിലേ അവർക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ ഈ അവസാന നിമിഷം ഈ വോട്ട് വരത്തുള്ളൂ. ഇതിനു വേണ്ടി വിനിയോഗിക്കേണ്ടിരുന്ന ആ ഫണ്ട് ആണ് മുക്കപ്പെട്ടത്. അങ്ങനെയാണ് 2021 തുടർഭരണത്തിലുള്ള അവസരമുണ്ടാക്കി. അതിലെല്ലാം ഉപരി നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം ഉണ്ടായപ്പോൾ, അതുമാത്രമല്ല ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഭരണകൂട വിരുദ്ധ വികാരം ശക്തമായി വരാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ഈ വലിയ കോലാഹലങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്ന ആ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ നള്ളിഫൈ ചെയ്യുന്ന, അതിനെ ഡൈലൂട്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഗ്രാവിറ്റി ഉള്ളൊരു വിഷയം വേണമായിരുന്നു. അന്നേരം അപ്രകാരം ഒരു വിഷയം പ്രാഥമികമായും ഈ ഒരു വിഷയം എടുത്തിട്ടത് ആ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇതിനു മുമ്പ് ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള എക്സാലോജിക് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള വിഷയങ്ങൾ വന്നു. മാത്യു കുഴൽനാടനെ പോലുള്ള നേതാക്കന്മാരെ നിശബ്ദരാക്കി. അങ്ങനെ ഇദ്ദേഹം പിണറായി നടത്തുന്ന കൊള്ളയുടെ ഒരു പങ്ക് പറ്റുന്ന ഇവരുടെ ഇദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവല്ല, പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഒരു പാർട്ടായിരുന്നു. പക്ഷെ വളരെ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയത്തിന് ഇട നൽകാത്ത വിധമാണ് അദ്ദേഹം അത്രയും ഇടപെടുന്നത്. ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ ശരിക്കും രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ വി ഡി സതീശൻ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ആ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും നമ്മൾ പൊളിച്ചു കാണിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ഒതുക്കൽ വീരനാണ്. ഇദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ ഇപ്രകാരമാണ്. ഇദ്ദേഹം ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാദവരാതെ സംസാരിക്കുന്ന ഇയാളെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശൻ്റെ ഭാര്യ വന്ന് പറഞ്ഞ ആ വീഡിയോകൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന് മറുപടിയില്ല. അതുപോലെ തന്നെ എൻ്റെ മകളെ പോലെ കാണുന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് വളരെ നാടകീയമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും തുടർന്ന് നടന്ന നാടകങ്ങളും അതിന് കോടതിയിലേറ്റ സെറ്റ്ബാക്സും എല്ലാം ഉണ്ട്. അന്നേരം ITV ന്യൂസ് നമ്മൾ തുടക്കം മുതലേ അന്നേരം പറഞ്ഞ ഒരു കാര്യം, ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ ഇടതുപക്ഷത്തിലെ ആളുകൾക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ വന്നു. ഇപ്പോൾ ഗണേശനെതിരെ ഇപ്പോൾ ഒരു ആരോപണം വന്നപ്പോൾ എടുത്ത നിലപാടെന്തോ. അന്നേരം അപ്രകാരം വരുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കോ KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്കോ ഒരു ശക്തമായ തീരുമാനം പറയുകയാണ്, ഇത്തരത്തിൽ ഒരു സ്ത്രീ പീഡന വീരനെ ഞങ്ങൾ വെച്ചേക്കത്തില്ല. ആർക്കെങ്കിലും അപ്രകാരം ഒരു പീഡനം ഇവൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ രേഖാമൂലം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. നിയമസഭക്കായം ഞങ്ങൾ നൽകും, എല്ലാ പരിരക്ഷയും നിങ്ങൾക്ക് നൽകും. പക്ഷേ കോടതി തീരുമാനിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ എന്നൊരു തീരുമാനം ഇവർ എടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ മോന അവിടെ കൊണ്ടൊടിഞ്ഞേരും. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ വി ഡി സതീശനെ ആസൂത്രണം ചെയ്ത് മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർക്ക് ഈ ഒരു സാധനം കൊടുക്കുന്നു. ആ കൊടുത്ത സാധനം പ്രൊപ്പഗേറ്റ് ചെയ്ത് തൊട്ടടുത്ത നിമിഷം തന്നെ പ്രതികരണവുമായി വി ഡി സതീശൻ വരുന്നു. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷനായി ഇദ്ദേഹം സ്വതം അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് ഇദ്ദേഹം പറയുന്നു, വെച്ചു പൊറുപ്പിക്കത്തില്ല. ഇപ്പോൾ തന്നെ ആ യുവനേതാവിനെതിരെ അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി എടുത്ത് നീക്കം ചെയ്യുന്നു. പിന്നീട് അതിനുശേഷം നമുക്കറിയാം SIT ഉണ്ടാക്കിയിട്ട് വീടുകൾ തോറും സംസ്ഥാന തോറും ഗർഭമുണ്ടോ എന്ന് പറഞ്ഞ് ഇവർ അന്വേഷിച്ച് കിടന്ന് 105 ദിവസം കഴിഞ്ഞു. അവസാനം ഇത് കേട്ട് ഈ തിരക്കഥ പൊളിയുമെന്ന് വന്നപ്പോൾ ഏതാണ്ട് ഒരേ അച്ചിലിട്ട് വാർത്ത പോലെയുള്ള 3 കഥകൾ. അതും ഇവിടെ പോലീസ് സംവിധാനങ്ങളുണ്ട്, കോടതിയുണ്ട്. നേരെ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ പോയി സംസാരിക്കുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. അവസാനം പിണറായി വിജയൻ വിളിച്ച് DGPക്ക് നിർദ്ദേശം കൊടുക്കുന്നു, SIT ഉണ്ടാക്കുന്നു. അവസാനം ഇവരുടെ തിരക്കഥ അനുസരിച്ച് ഇവർ ഒരു ബലാത്സംഗത്തിന് ഒരു നറേഷനും അത് കേട്ടാൽ തന്നെ ചിരി വരുന്ന, ഞാൻ നിന്നെ ഗർഭിണിയാക്കും, എനിക്ക് കുഞ്ഞ് വേണം എന്ന് എല്ലാവരോടും പറഞ്ഞ ഒരു സൈക്കോപാത്തായിട്ട് ഇയാളെ ചിത്രീകരിച്ചിട്ടുള്ള വളരെ അതിന് ഇത്തരത്തിൽ ഇവനെ ചിത്രീകരിച്ച് പിന്നങ്ങോട്ട് രാഹുൽ വധം മാമാങ്കം
ഇതിനകത്ത് ശബരിമല കൊള്ളയും ശാസ്താവിൻ്റെ സ്വർണം അടിച്ചു മാറ്റിയതും സകല സാധനങ്ങളും മുങ്ങിപ്പോയി. ആളുകൾക്കറിയേണ്ടുന്നത് രാഹുലിൻ്റെ വിഷയം എന്തായി, ഗർഭം എന്തായി, ഭ്രൂണം, ഞാൻ ഗർഭചിത്രം നടത്തിയ ഭ്രൂണം വരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞവരുടെ അവസ്ഥ ഇനി എന്താകും എന്നുള്ളത് നമുക്ക് നാളെ അറിയാം. അന്നേരം ഇപ്രകാരം ഈ വിഷയത്തെ കഴിഞ്ഞ ഒരു 5.5 മാസം ആളിക്കത്തിച്ചപ്പോഴാണ് ജനങ്ങളുടെ ആവശ്യപ്രകാരം i2i ന്യൂസ് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനുള്ള ഒരു വേദി നമ്മൾ കൊടുത്തപ്പോൾ i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ 10,000-കണക്കിന് ജനങ്ങൾ പ്രതികരിച്ചു. ഓരോ ദിവസവും 100-കണക്കിനുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു വന്നു. ഇന്ന് നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 232-ാം ദിനമാണ്. ഈ 232-ാം ദിനവും പാലക്കാട്ടെ ജനങ്ങളുടെ പൾസ് നമുക്ക് കിട്ടുന്നത് ഹാരിയുടെ ആദ്യത്തെ ചോദ്യത്തിലേക്കുള്ള മറുപടിയാണ്. ഇന്നും ആ വീറോടും വാശിയോടും പാലക്കാട്ടെ വോട്ടർമാർ നിൽക്കുന്നു. ഈ നീതികേട് ഞങ്ങൾ പൊറുക്കത്തില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ യുവനേതാവിനെ സംഘം ചേർന്ന് പിണറായി വിജയനും വി.ഡി. സതീശനും അതിനോടൊപ്പം തന്നെ BJPയും സംഘം ചേർന്ന് നിന്ന് ആ ചെറുപ്പക്കാരനെ ക്രൂശിക്കുവാൻ ശ്രമിച്ചു. ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത ആ വി.ഡി. സതീശൻ്റെ പ്രവൃത്തിയോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കത്തില്ല. വി.ഡി. സതീശൻ്റെ ഈ പ്രവൃത്തികളെ മറയ്ക്കുന്നതിന് വേണ്ടി അവിടെ ഒരു കോമഡി ആർട്ടിസ്റ്റായ പിഷാരടിയെ, നല്ല കൗണ്ടറുകൾ പറയുന്ന സരസനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ ഇറക്കിയാൽ പാലക്കാട്ടെ ജനങ്ങൾ ഇയാളുടെ ഈ കൗണ്ടറിലും തമാശയിലും മറന്ന് മായ്ച്ചു കളയാമെന്ന് പറയുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ വി.ഡി. സതീശൻ്റെ തിരക്കഥ, ആ നറേറ്റീവ് തൊണ്ട തൊടാതെ വിഴുങ്ങി എല്ലാം മറന്ന് ഈ കൗണ്ടർ വീരൻ കോമഡി പിഷാരടിയുടെ കൈപ്പത്തി കാണുമ്പോൾ ഇതെല്ലാം മറന്ന് വോട്ട് കുത്തുന്ന മുണ്ണകളാണ് പാലക്കാട്ടെ ജനങ്ങളെന്നായിരുന്നു സതീശനും സംഘവും ഇപ്പോഴും വിചാരിക്കുന്നത്. അവർ അത്തരത്തിൽ വിചാരിക്കുന്നു. പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തെ, കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു, യാതൊരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തെ അവരും പറയുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിനിവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. അത് പോലീസ് അന്വേഷിക്കട്ടെ, കോടതി ശിക്ഷ വിധിക്കട്ടെ. അപ്രകാരമെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ അതിനു മുമ്പ് നടത്തിയ ഈ സമാനതകളില്ലാത്ത ഈ വേട്ടയാടൽ, ഈ വ്യക്തിഹത്യ, ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് വരെ തള്ളിവിടാൻ പറ്റാവുന്ന തരത്തിലുള്ള തീവ്രതയുള്ള ഒരു സംഘടിത ആക്രമണം രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത, ഇതിനു മുമ്പ് ഒരു വ്യക്തിയും ഇവിടെ ഉണ്ട്, ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു വയോധികനെതിരെയാണ് ഇപ്രകാരം ഒരു ലൈംഗിക ആരോപണം നടത്തി അദ്ദേഹത്തെ ഓരോ കമ്മീഷന് മുന്നിൽ കൊണ്ട് വിചാരണ ചെയ്യുന്നതും അവർ പറഞ്ഞ ആരോപണവും ഇദ്ദേഹം കൈരി കൊടുത്തുനിന്ന് നടത്തിയ പാട് വരെ കണ്ടു എന്ന് പറഞ്ഞാൽ PC ജോർജും ഒക്കെ ഇതാ ഇപ്പം ഇവിടെ നിൽക്കുന്ന യാഥാർത്ഥ്യം മറന്ന് ആ ഒരു മനുഷ്യനെ കാലമെത്താതെ ആയുസ്സെത്താതെ കാലിബിലേക്ക് അയച്ച ഒരു ചരിത്രം ഇവിടെ നിൽക്കുമ്പോൾ ഒരു 34 വയസ്സുകാരൻ, ഒരു മിടുമിടുക്കനായ, നമ്മൾ സ്വരാജിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഏത് പദവിയിലും ഫിറ്റാക്കാവുന്ന, UDF-നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പദവിയിലും നാളെ പ്രതിഷ്ഠിക്കാവുന്ന ഒരു നേതാവിനെ ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹം ആ പാർട്ടിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ നോക്കുക. ഈ പറയുന്ന പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് ഒരു തലതൊട്ടപ്പൻ്റെയും അനുഗ്രഹാശംസകളില്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി പടവെട്ടി ജയിലിൽ പോയി, നിരവധി തവണ ജയിലിൽ പോയി പീഡനങ്ങൾ അനുഭവിച്ച് ഈ പ്രസ്ഥാനത്തിന്, അതായത് ഈ ചത്ത കുതിരയായിട്ട് കിടന്ന് ഈ പ്രസ്ഥാനത്തിന് ജീവൻ വെപ്പിച്ചത് പാലക്കാട്ടെ ആ ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വി.ഡി. സതീശന് ഒരു അഡ്രസ്സ് കൊടുത്ത പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഇന്നും ഞാൻ വന്നതിന് ശേഷം എൻ്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി പറയുന്ന പാലക്കാട്ട് BJP അക്കൗണ്ട് തുറക്കാമായിരുന്ന ഒരു മണ്ഡലത്തിൽ 18,487 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, ചരിത്ര ഭൂരിപക്ഷം, പാലക്കാടിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഭൂരിപക്ഷം ഉണ്ടാക്കി അങ്ങനെ ഒരു മിന്നും വിജയം നൽകിയ, UDF-ന് ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്നൊരു വിശ്വാസം നൽകിയ, ചത്തുകിടന്ന ഈ കുതിരയ്ക്ക് ജീവൻ വെക്കും, ഇത് ഓടും, ഇതിന് പ്രതീക്ഷയുണ്ട്, ഇതുപോലുള്ള യുവനേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിലുണ്ട് എന്നൊരു സന്ദേശം നൽകിയ ആ യുവനേതാവിനെ സംഘം ചേർന്ന് വളഞ്ഞിട്ട് കൊല്ലാനിട്ട് കൊടുത്തപ്പോൾ നിശബ്ദത പാലിച്ച ആ വി.ഡി. സതീശനോടുള്ള പ്രതിഷേധം ഈ ചൂണ്ടുവരലിലൂടെ പാലക്കാടൻ മക്കൾ തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഇന്നും ഇതാ ശ്രദ്ധിച്ച് കാണും, ഇന്ന് ഈ വിഷയം ആളിക്കത്തിച്ച് നിർത്തുവാൻ, രാഹുൽ വിഷയത്തെ വീണ്ടും ഒരു പെണ്ണുപിടിനായിട്ട് ചിത്രീകരിക്കുവാൻ, പാലക്കാടൻ വിഷയം വീണ്ടും ഒരു നാറ്റക്കേസായിട്ട് UDF-നെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടി അവർ ഇന്നും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് രണ്ടാം പരാതിക്കാരിയുടെ വിഷയത്തിൽ പാലക്കാട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 17-ാം തീയതി ഇദ്ദേഹത്തെ ഹാജരാൻ ആവശ്യപ്പെട്ടു പറയുന്നു. എന്ത് സംഭവിക്കുന്നതിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല. അതായത് SIT എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ ചട്ടുകം എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തു കഴിയുമ്പോൾ കോടതി പരിശോധിക്കുമ്പോഴത്തേക്കും കോടതിയിൽ യാതൊരു കാരണവശാലും നിലനിൽക്കുന്ന പോയിന്റല്ല. അതായത്
ലോകത്തെവിടെയോ കിടക്കുന്ന ആരൊക്കെയോ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് തോന്നിയത് വിളിച്ചു പറയുക എന്ന് പറയുന്നതിന്റെ പിതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ SIT ശ്രമിച്ചാൽ അത് കോടതിയിൽ വിജയിക്കത്തില്ല, അത് കീറിപ്പറഞ്ഞ് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഫിനി നൈനാൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾ ഇൻഡിവിജ്വലാണ്. അയാളുടെ താല്പര്യാർത്ഥം അയാളുടെ ഫേസ്ബുക്ക് വോളിൽ അയാളുടെ ഐഡന്റിറ്റി, ഈ പറയുന്ന പരാതിക്കാരിയുടെ പേരോ ഐഡന്റിറ്റിയോ കൂടാതെ എന്ന് അവർ ഈ മറ്റേ കോഴിയെ കട്ടവന്റെ തലയിൽ പപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് ഇവർ വഴിയെ പോകുന്നത് തോട്ട് കെട്ടിപ്പിടിച്ചിട്ട് അത് ഞാനാണെന്ന് പറഞ്ഞ് കോടതിയിൽ ചെന്ന് പറഞ്ഞാൽ കോടതി നിൽക്കത്തില്ല. പരിഹാസ്യരാകുന്ന തരത്തിൽ ആയിപ്പോകുന്ന തരത്തിൽ ഒരു പ്രാഥമിക വാല്യൂ പോലും നൽകാൻ സാധ്യതയില്ലാത്തൊരു വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിലേക്ക് ഈ വിഷയത്തെ ലാഭത്തിലേക്ക് എത്തിക്കുമ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും ഇതെന്തോ സീരിയസ് ആണ് എന്ന് വരുത്തി തീർക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ഈ VD സതീശന്റെ PR ഏജൻസികളുടെ പണിയാണ്. ഇതിനെ ഒന്ന് ആളിക്കത്തിച്ച് ഇവരുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ ഇങ്ങനെ ഒരു സാധനം ഇടും, ഇത് വേറെ കുറെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ ഏറ്റുപിടിക്കും. അന്നേരം വരുമ്പോഴത്തേക്കും ഈ വിഷയത്തിൽ മൈക്ക് നീട്ടി ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം എന്താന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ മറുപടി പറഞ്ഞാലും പറയാൻ പറ്റില്ല. ഹി ഫോഴ്സ് ടു ആൻസർ. അന്നേരം അതുപോലെ അയാൾ പറയും എന്ത് ചെയ്യാൻ പറ്റും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിക്ക് എന്നെ പുറത്താക്കാം, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കാൻ ഒരുത്തരും പറ്റത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നേരം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് കോൺഗ്രസിന് പറയാൻ പറ്റത്തില്ല. താങ്കളുടെ ഒരു പ്രവർത്തനം വേണ്ടെന്നുണ്ട്, അത് അയാളുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ചെയ്യുന്ന സാധനമാണ്. അന്നേരം അതിനെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഒന്നും ആവശ്യമില്ല. അതുപോലെ പാലക്കാട് ഈ വിഷയത്തിൽ രാഹുൽ ഒളിവിൽ പോയ സമയത്ത് കോടതി ഉത്തരവ് അനുകൂലമായപ്പോൾ ഇദ്ദേഹം ഒന്ന് വോട്ട് ചെയ്തു. അന്ന് ആരും ഇത് വേണ്ടെന്ന് പറഞ്ഞില്ല. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് ഭയങ്കര സെറ്റ്ബാക്ക് കേരളത്തിൽ മൊത്തം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഈ രാഹുൽ വിഷയത്തിൽ രാഹുലിനെ വിക്ടിമൈസ് ചെയ്തു, രാഹുലിനെ വേട്ടയാടി പിണറായി വിജയനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇടതുപക്ഷത്തിന് ഇത്രയും സെറ്റ്ബാക്ക് ഉണ്ടായത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുലിനെ വേട്ടയാടി നശിപ്പിക്കുവാൻ ശ്രമിച്ചത് പിണറായി വിജയൻ മാത്രമല്ല, അതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ നെട്ടൂരിലെ പഴയ മണിച്ചെയ്തിട്ടുപ്പുകാരൻ ഈ VD സതീശൻ എന്ന് പറയുന്ന പലരെയും ഒതുക്കിയ ചരിത്രമുള്ള ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ കുറുക്കനാണ് ഇതിൻ്റെ ഈ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തത്. ഈ തിരക്കഥയുടെ പിന്നിലെ അയാളാണ്. ഇതിൻ്റെ സകല സംവിധാനങ്ങളും VD സതീശൻ്റെ ഈ PR സംഘമാണ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തല ഉയർത്താത്ത തരത്തിൽ രാഹുലിൻ്റെ തലക്കടിക്കുകയും ഇനി രാഹുൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാതിരിക്കുവാൻ വേണ്ടുന്ന കത്രികപ്പൂട്ടിട്ട് പൂട്ടി രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തു. അതെ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് പോലും സ്വതന്ത്രനായി അദ്ദേഹത്തിന് നിൽക്കാനുള്ള സാധ്യതയിലേക്ക് വരെ വന്നപ്പോൾ പോലും അതിനെ പോലും കത്രികപ്പൂട്ടിട്ട് പൂട്ടി അദ്ദേഹത്തിൻ്റെ ജീവന് പോലും അപകടത്തിലാക്കി നിർത്തിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്നത് ഈ VD സതീശനാണ്. പാലക്കാട് രമേശ് പിഷാരടി എന്ന് പറയുന്ന ആ വ്യക്തിയോട് നമുക്ക് ആർക്കും വിരോധമില്ല. അദ്ദേഹം വളരെ നല്ലൊരു കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, വളരെ സരസമായി സംസാരിക്കുന്ന ആളാണ്, സുഖകരമാണ്, രാഷ്ട്രീയം അറിയാവുന്ന ആളാണ്, പക്വതയുള്ള ആളാണ്, എല്ലാ തരത്തിലുമാണ്. പക്ഷേ പാലക്കാടൻ ജനത മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് പിഷാരടിയെ നമ്മൾ അനുകൂലിക്കുന്നില്ല, അല്ലെ പാലക്കാടൻ ജനത ഈ നീതികേടും ഈ ശോഭകേടും ഈ ചതിവും മറക്കരുതെന്ന് നമ്മൾ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവനെ ഇല്ലാതാക്കിയിട്ട് അവൻ്റെ ആ ഒരു ഒഴിവ് അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രസൻസ് ആളുകൾക്ക് ഫീൽ ചെയ്യാതിരിക്കുവാൻ വേണ്ടി വളരെ ശാസ്ത്രീയമായി ഒരു ഫെമിലിയർ ആയിട്ടുള്ള ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് അതിന് വേറൊരു മാനം നൽകി ഇതെല്ലാം നിങ്ങൾ മായ്ച്ചു കളഞ്ഞേര്, ഇതിനെല്ലാമുള്ള ഒരു പനേഷ്യ റെമഡി എന്ന് പറയുന്നത് രമേശ് പിഷാരടിയാണ്, നിങ്ങളങ്ങ് ഏറ്റെടുത്താലും എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഇത് പാലക്കാടൻ ജനത തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. ഇതിൻ്റെ പിന്നിലുള്ള ആ കുറുക്കൻ്റെ മുഖം, രമേശ് പിഷാരടിയുടെ പിന്നിൽ നിൽക്കുന്ന വികൃതമായ മുഖം എന്ന് പറയുന്നത് ഈ നെട്ടൂരിലെ ആ പഴയ മണിച്ചെയ്ൻ തട്ടിപ്പുകാരനായ ഈ VD സതീശൻ എന്ന് പറയുന്ന ഒതുക്കീശൻ്റെ ആണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അവിടെ വിജയിക്കുന്നത് യാതൊരു കാരണവശാലും രമേശ് പിഷാരടിയല്ല, ഈ കുബുദ്ധിക്കാരനായ കുടിലബുദ്ധിക്കാരനായ ഈ പെണ്ണുകേസുകളിലൂടെ ഭരണം പിടിക്കുവാനും നേതാക്കന്മാരെ വീഴ്ത്തുവാനും ശ്രമിക്കുന്ന ഈ നാറിയ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ വികൃത മുഖമാണ് പാലക്കാട്ട് ജയിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം പാലക്കാടൻ ജനത തിരിച്ചറിയണം. നമുക്ക് പേഴ്സണലി VD സതീശനോടൊരു
വിരോധമില്ല. VD സതീശൻ നമുക്കെതിരെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ രാഹുലിനോട് നമുക്ക് പ്രത്യേകിച്ച് മമതയില്ല. രാഹുലുമായിട്ട് ഇതുവരെ ഈ ക്യാമ്പിൽ നടക്കുന്ന സമയങ്ങളിൽ പോലും നമ്മൾ സംസാരിച്ചിട്ടോ പോലുമില്ല. പക്ഷേ രാഹുലിന് അനുകൂലമായ ഒരു സ്റ്റാൻഡ് എടുക്കുകയും VD സതീശൻ്റെ ആ പ്രവർത്തനങ്ങളെ നമ്മൾ നിശിതമായി വിമർശിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ രാഷ്ട്രീയ കേരളത്തിന് പ്രത്യേകിച്ച് പാലക്കാടൻ ജനതയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഒരു സംശുദ്ധമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിൽ ഒരു മ്ലേച്ഛത ഇവിടെ സംഭവിച്ചു. അതിന് നമ്മൾ വളം വെച്ച് നൽകിയാൽ അതിനെ മറന്ന് നമ്മൾ ഇവരുടെ ഗിമ്മിക്കിനൊത്ത് ഡാൻസ് കളിക്കാൻ പോയാൽ അത് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഒരു തെറ്റായ കീഴ്വഴക്കം ഇവിടെ ഉണ്ടാകും. അത് നാളെയും ഇതുപോലെയുള്ള മിടുക്കരായ യുവനേതാക്കന്മാരുടെ ജീവിതം തകർക്കും. അത് രാഷ്ട്രീയ കേരളത്തിന് നന്നല്ല എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും സുനിൽ പറഞ്ഞ ഇക്കാര്യം എത്രത്തോളം പാലക്കാടൻ ജനത രാഹുലിനെ മറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴാണ് നമുക്കതിൻ്റെ. അതെ, തീർച്ചയായും വരുമ്പോൾ പ്രതീക്ഷിക്കാം. നമുക്കത് ഉറപ്പായും നമുക്ക് അത് വിശ്വസിക്കാം. പാലക്കാടൻ ജനത ഇത് മറക്കില്ല, പൊറുക്കില്ല. ആ പാലക്കാട്ടെ VD സതീശന് നൽകുന്ന ഒരു സന്ദേശം അവർ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യണമെന്ന് പാലക്കാട് ജനതയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ അത് ആ സാഹചര്യത്തിന് ഉയർന്ന് അവർ തക്കതായ പ്രതിഫലം നൽകുമെന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാം. അത്തരത്തിൽ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.